സിനി ഭൂമി ന്യൂസ് ഇന്നെത്തിയിരിക്കുന്നത് വിലങ്ങാടുള്ള സണ്ണി ചേട്ടന്റെ വീട്ടിലാണ്. നമ്മൾ 2-3 ദിവസമായിട്ട് ചാനൽ ചർച്ചയിൽ ഒരു സിനിമയുടെ പേര് കേൾക്കാറുണ്ട്, അജസുന്ദരി. അജസുന്ദരി എന്ന സിനിമയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ചാനൽ ചർച്ചയിൽ നിറഞ്ഞു കിടക്കുകയാണ്. എന്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് നമ്മുടെ സണ്ണി ചേട്ടന്റെ വീട്. ഈ സണ്ണി ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് സിനിമാ ലൊക്കേഷനിലെ ഫുഡും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വീടാണ്. സണ്ണി ചേട്ടനോട് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ചോദിച്ചാൽ. ഞാൻ കടൂർ സണ്ണി ചേട്ടനാണ്. പിന്നെ ഇവിടെ 9 മാസം മുമ്പ് ഇവരിവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമേ വന്ന സമയത്ത് ആദ്യമേ മുതൽ നമ്മൾ പരിചയപ്പെടുന്നതാണ്. നമ്മളുമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ബാധ്യതകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ പറഞ്ഞ് നമ്മുടെ രീതിയിലേക്ക് ആക്കി തരാമെന്നെല്ലാം പറഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് സഹായിച്ച് പിന്നെ ആ ബന്ധം ഇന്നും മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 5 മാസത്തോളം ഞാൻ ഭക്ഷണം ഇവർക്ക് തന്നെ നമ്മൾ തന്നെയാണ് ഇവിടുന്ന് കൊടുത്തത്. നമുക്കൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല. അതിനെപ്പറ്റി ഒരു കേസ് കിട്ടും ആരും പറഞ്ഞുമില്ല. ആ ബന്ധങ്ങൾ ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത നമ്മൾ കേട്ടു. പിന്നെ അവരുടെ പൈസയുടെ കേസ് പോയപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. അങ്ങനെയുള്ളതല്ല, മറ്റേ കൂട്ടത്തിലുള്ള മറ്റവൻ ഭക്ഷണം ഉണ്ടാക്കിയ ചങ്ങായിയാണ് പൈസ സായിത്ത്. അവരാണ് ഇതിനകത്ത് കളിച്ചത്. അവർ കൊടുക്കാനുള്ള പൈസ 4 ദിവസം കൊണ്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാണ് ഇവിടുന്ന് സാധനങ്ങളെല്ലാം കയറ്റി പോയത്. പിന്നെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കാണ്ടായി. ഞാനും വിളിക്കലുണ്ട്, വിളിച്ചു കഴിയുമ്പോൾ അവർ ഫോൺ എടുക്കലില്ല. നമസ്കാരം, എൻ്റെ പേര് ഹരീഷ് തൊട്ടിൽപ്പാലം. ഞാൻ OPM ഫിലിംസിൻ്റെ അജസുന്ദരിയിലെ ലൊക്കേഷൻ മാനേജറാണ്. ഏകദേശം ഇപ്പോൾ ഈ മാസം അടക്കം ഒരു 9 മാസത്തോളമായി ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. 9 മാസം മുമ്പ് ഈ വിലങ്ങാട് വന്ന് ലൊക്കേഷൻ കാണുമ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ കയറുകയും ഇതിൻ്റെയൊക്കെ സിറ്റുവേഷനും ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ലൊക്കേഷനുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇവിടെ നമ്മുടെ കടവൂർ സണ്ണി ചേട്ടനായിരുന്നു. അന്നു മുതൽ തുടങ്ങിയ ബന്ധമാണ്. ആ സിനിമ ഷൂട്ട് വൃത്തിയായി നടക്കുമ്പോഴും ഈ മെസ്സിന് കൊടുക്കാതെ അതിനു മുമ്പ് ഇതിൻ്റെ പണികളൊക്കെ നടക്കുമ്പോൾ ഏകദേശം ഒരു 50-60 പരം ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി ചേട്ടൻ്റെ കൈകൊണ്ടായിരുന്നു. കൂടാതെ മെസ്സ് കൂടാതെ ഞങ്ങളുടെ സിനിമയുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർമാർ മറ്റവരൊക്കെ വരുമ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുക, ഈ വീട്ടിൻ്റെ മുകളിൽ. അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ഇപ്പം മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ഉണ്ടായ ഈ വാർത്ത ഞങ്ങളെ വല്ലാതെ ഞെട്ടിച്ചല്ല, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. കാരണം അത്രയും ബന്ധമുള്ള ഒരു ആളുകളൊക്കെ പറ്റിച്ചിട്ട് ഞങ്ങൾ മുങ്ങി എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നപ്പം അത് ശരിക്കും ഞങ്ങളെ വല്ലാതെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഇടപെട്ട ആഷിഖ് അബു സാറ് ആ തുകകളൊക്കെ കൊടുക്കേണ്ടവർക്കൊക്കെ ഇന്നലെ തന്നെ കൊടുത്തു തീർത്തു. പക്ഷേ കുറ്റം ഞങ്ങളതല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഈ വാർത്ത വന്ന് അതിൻ്റെ പിറ്റേന്ന്, അതായത് ഇന്ന് 31-ാം തീയതി ഞങ്ങൾ വെലങ്ങാടെത്തി. ഞങ്ങൾ ആദ്യം ലൊക്കേഷനിൽ വന്ന ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്ന് ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കടവൂർ സണ്ണി ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. നമുക്കറിയാം, ഇതിൻ്റെ സംവിധായകനായ അനുസാറായാലും ക്യാമറാമാനായ ആഷിഖ് ആയാലും അല്ലെ ഇതിലെ ആർട്ടിസ്റ്റായിട്ടുള്ള ജോജുക്കെ ആയാലും എല്ലാവരും ഈ ഒരു സിനിമയെ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നതെന്നും അത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് ഇതിന് പിന്നിലെന്നും അറിയാം. അപ്പം കേവലം ഇതിൻ്റെ ഒരു കോർഡിനേറ്ററിൻ്റെ ചെറിയൊരു അപാകത കൊണ്ട് ഈ ഒരു സിനിമക്ക് ഇങ്ങനൊരു പേരുദോഷം വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആര് കളിച്ചാലും അവർക്ക് തക്കതായ ശിക്ഷകൾ കൊടുക്കണമെന്നും അതൊരിക്കലും ഈ സിനിമയെ ബാധിക്കുന്ന രീതിയിലേക്ക് ആകരുതുമെന്നാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ഇടയ്ക്ക് ഒരു ചാനൽ വാർത്തയിൽ കണ്ടു, ഒരു അവതാരകൻ ഇത് കാണാൻ പറ്റാവുന്ന സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു അപഹാസ്യമൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ് ഈ സിനിമ. അതിനെ നിങ്ങളുടെ വാക്ക് ചാതുര്യം കൊണ്ട് സങ്കടപ്പെടുത്തരുതേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ നിതിൻ മുരളി. ഇതിൻ്റെ അകത്ത് ചെറുതാണെങ്കിലും ഒരു ലക്ഷ്യത്തിലുണ്ട്. സിനിമ ഒരുപാട് സ്വപ്നം കണ്ട് തുടങ്ങിയിട്ട് 2009 മുതലേ ഉണ്ട്. സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പേര് ഡോൺ തോമസ് എന്നാണ്. ഞാൻ ഈ അജസുന്ദരി എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഈ സാമൂഹിക മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ വന്ന ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങളെ എന്താ പറയുക, ഈ നാട്ടുകാരെന്നുള്ള നിലയിൽ വല്ലാതെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം നമ്മളോടൊക്കെ ഓരോരുത്തരും വന്ന് ചോദിക്കുന്നത് നീ കൊടുക്കാനില്ലേ, നീ പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെയധികം വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം ഞാനിതിൽ വർക്ക് ചെയ്തതിൻ്റെ ബേസിൽ എനിക്കിതിൽ അറിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സബ്ബായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ആള്
അയാൾക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുകയും അയാൾ കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള OPMന്റെ മെയിൻ ആയിട്ടുള്ള ആഷിഖ് അബു ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എത്തിയ ഉടനെ തന്നെ അവരത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അജസുന്ദരി എന്ന സിനിമയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബെന്നിച്ചേട്ടന്റെ കടയിലാണുള്ളത്. ബെന്നിച്ചേട്ടന്റെ സാമ്പത്തിക ഇടപാടൊക്കെ തീർത്തിട്ടുണ്ട്. നമുക്ക് ബെന്നിച്ചേട്ടനുമായിട്ട് സംസാരിക്കാം. വിലങ്ങാട് എന്ന സിനിമ ഷൂട്ടിങ്ങുമായി സംബന്ധിച്ചുള്ള പേയ്മെന്റുകളുടെ ഒരു വിഷയം വന്നിട്ട് 2 ദിവസമായിട്ട് ചാനലിൽ മൊത്തം ചർച്ചയായിരുന്നു. അത് ഇന്നലെ തന്നെ ആഷിഖ് അബു സാറിന്റെ ആൾക്കാർ വരികയും ആ പേയ്മെന്റ് കംപ്ലീറ്റ് 1 രൂപ പോലും കുറയാണ്ട് ഞങ്ങൾക്ക് സെറ്റിൽമെന്റ് നടത്തി തരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബന്ധപ്പെടാൻ നോക്കിയിരുന്ന 3 വ്യക്തികളെ ബന്ധപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂയിലേക്ക് സാധനം പോകേണ്ടതെന്ന്. അതിൻ്റെ അകത്ത് കുറച്ച് പേർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഞങ്ങൾക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള പേയ്മെന്റ് കിട്ടുകയും ഞങ്ങളുടെ ഇടപാടുകൾ തീർത്തു വരികയും ചെയ്തതിന് ആഷിഖ് അബു സാറിനോടും അവരുടെ ടീമിനോടും പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ആഷിഖ് അബു സാറിന്റെ ഒരു അസിസ്റ്റന്റ് ഇന്നലെ വന്നിരുന്നു ഉച്ചയ്ക്ക്. അവർ വന്ന് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും, നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല എൻ്റെ അടുത്ത് വരികയും ബാക്കിയുള്ള 3 ഷോപ്പുകളിൽ പോയി അവരുടെ അടുത്ത് ബില്ലും ബാങ്ക് അക്കൗണ്ടും നമ്പറും എല്ലാം ശേഖരിച്ചതിന് ശേഷം ആ മൂപ്പരാണ് നമുക്ക് സ്ക്രീൻഷോട്ട് അടക്കം വിട്ടു തന്നിരിക്കുന്നത്. ഇടനിലക്കാരനുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തിരിയുന്നത്. കാരണം നമുക്ക് ഇവര് ഇപ്പോ സാധനം വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ ഇത്ര 25 കോഴി അല്ല 30 കോഴി അല്ല 40 കോഴി അല്ല ഇത്ര കിലോ ബീഫ്, ഇത്ര കിലോ നാടൻ കോഴി, ഇങ്ങനെ പറയുന്ന ഇവരുടെ കോണ്ടാക്ട് നമ്പറിലുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട വേറെ ആരുടെയും നമ്പറിലായിരുന്നു നമ്മുടെ കയ്യിൽ. അതാണ് ഇതിൻ്റെ അകത്ത് ഇടനിലക്കാരനുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ സാധിക്കാന്ന് പോകുന്നു. ശരിക്കും ഇവര് പറയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരു കോണ്ടാക്ടർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു വേറൊരു ആള് കോണ്ടാക്ട് എടുത്തതിന് ശേഷമാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മുടെ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആഷിഖ് സാറിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ, സാർ തന്നെ പറഞ്ഞു ഇതൊരു കോണ്ടാക്ട് കൊടുത്താന്ന് സാർ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്നേരമല്ലേ ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. സന്തോഷമായി, നമുക്ക് യാതൊരു പരാതിയില്ല. എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാ ചാനലുകാരോടും എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളോട് സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദിയും പറയുന്നു. ഓക്കെ.